The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to accountancy class. I think all are doing well. Okay. See, in the last class we completed our 5th chapter, that is bank reconciliation statement. Okay. I think all are clear. Okay. Today we are going to discuss the next chapter, that is chapter 7, depreciation, provisions and reserve. Okay. See, what do you mean by depreciation? Actually, business is established for an indefinite period. So, fixed assets are therefore acquired for its use. Business എന്ന് പറയുന്നതിന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇൻഡെഫിനിറ്റ് പീരീഡിന് വേണ്ടി അല്ലേ, അതുകൊണ്ട് അവർക്ക് എന്ത് വേണം? ഫിക്സഡ് അസറ്റ്സ് വേണം. ഫിക്സഡ് അസറ്റ് ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഏതുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ. സോ ദീസ് ആർ കോൺസ്റ്റൻ്റ്ലി യൂസ്ഡ് ഇൻ ബിസിനസ്. ഈ ഫിക്സഡ് അസറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യും, ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ അസറ്റ് ലോസ് ദെയർ വാല്യൂ ഗ്രാജുവലി ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് യൂസ്. അപ്പോൾ ഈ അസറ്റ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ട് എന്താവും? കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ദിസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് നോൺ ആസ് ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു അതിന് പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. Okay, so actually depreciation is defined as gradual and permanent diminution in the value of asset due to wear and tear or use or abuse. ഒരു അസറ്റ് ഉപയോഗിക്കും തോറും അതിൻ്റെ വാല്യൂസ് പതുക്കെ എന്ത് വരുന്നു? കുറഞ്ഞു വരുന്നു. അതിൻ്റെ വാല്യൂസ് പതുക്കെ ക്രമേണ എന്ത് ചെയ്ത് വരുന്നു? കുറഞ്ഞു വരുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, എന്തൊക്കെയായിരിക്കും ഡിപ്രീസിയേഷൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്? ഇറ്റ് ഈസ് ഡിക്ലൈൻ ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂവിൽ എന്ത് സംഭവിക്കുന്നു? ഡിക്ലൈൻ ആവുന്നു. ഡിക്ലൈൻ ആവുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറയുന്നു, ബുക്ക് വാല്യൂ കുറയുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു ദ എഫ്ലിക്ഷൻ ഓഫ് ടൈം യൂസേജ് ഓർ ഒബ്സോളിസൻസ്. സി, ഈ ഡിപ്രീസിയേഷനകത്ത് ഇറ്റ് ഇൻക്ലൂഡ് ലോസ് ഓഫ് വാല്യൂ അല്ലേ. വാല്യൂസ് എന്ത് ചെയ്യും? അസറ്റിൻ്റെ വാല്യൂസ് എന്താവുന്നു? നഷ്ടം വരുന്നു. കാരണം കുറേ കാലം ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ അത് പഴയ രീതിയിലല്ലേ ഒബ്സോളിസൻസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴകുക അല്ലേ, അതെങ്കിൽ ഓൾഡായി മാറുക. അപ്പോൾ അതുകൊണ്ട് ഇത് വാല്യൂസ്, അസറ്റിൻ്റെ വാല്യൂസിന് എന്ത് സംഭവിക്കാം? ലോസ് സംഭവിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും, ഉറപ്പായിട്ടും അത് നടക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എക്സ്പയർഡ് കോസ്റ്റ് ആൻഡ് ഹെൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ബിഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സിബിൾ ഇൻകം. ടാക്സിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു? ഇത് ഡിപ്രീസിയേഷൻസ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസസ്. ഇതൊരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇനി ഡിപ്രീസിയേഷൻ അതുമായി ബന്ധപ്പെട്ട സിമിലർ ടേംസുകളാണ് പറയുന്നത്. ഒന്ന് ഡിപ്ലീഷൻ ആണ്. എന്താണ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ? സം അസറ്റ്സ് ആർ ഓഫ് ലാസ്റ്റിംഗ് നേച്ചർ ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് എക്സ്ട്രാക്ഷൻസ് ഓഫ്
റോ മെറ്റീരിയൽസ് അല്ലേ. റോ മെറ്റീരിയൽസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അളവിൽ എന്ത് സംഭവിക്കുന്നു, കുറവ് വരാം. സോ ബൈ ദ എക്സ്ട്രാക്ഷൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതുപോലെ തന്നെ ദ ഡെപ്പോസിറ്റ്സ് ആർ ഡിപ്ലീറ്റഡ് അല്ലേ. സ്വാഭാവികമായിട്ടും നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അളവിൽ എന്ത് സംഭവിക്കും, കുറവ് വരാറുണ്ട്. സോ അതിന് ഡിപ്ലീറ്റഡ് എന്ന് പറയും അല്ലേ, അത് ഡിപ്ലീറ്റഡ് ആവാറുണ്ടെന്ന് പറയും. സോ ഡിക്രീസ് ഇൻ സച്ച് മിനറൽ വെൽത്ത് ഡ്യൂ ടു എക്സ്ട്രാക്ഷൻ ഇസ് ടേംഡ് ആസ് ഡിക്രീസ് ഇൻ സച്ച് മിനറൽ വെൽത്ത് ഡ്യൂ ടു എക്സ്ട്രാക്ഷൻ ഇസ് ടേംഡ് ആസ് ഡിപ്ലീഷൻ എന്നാണ് പറയുന്നത്. സോ അതായത് ഡിപ്ലീഷൻ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ മിനറൽ വെൽത്ത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അളവിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ എന്നാണ് അതിനെ പറയുന്നത്. സോ മൈൻസ്, കോറീസ്, ഓയിൽ വെൽസ് അങ്ങനെയുള്ളതിനൊക്കെ ഇതിന് ഈ കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിപ്ലീഷൻ അത് ഈ മൈൻസ്, കോറീസ്, ഓയിൽ വെൽസ് ഇതൊക്കെ വാസ്റ്റിംഗ് അസറ്റ്സ് ആണ് അല്ലേ. ഇത് എടുക്കുന്തോറും എന്ത് സംഭവിക്കുന്നു, കുറവ് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അമോർട്ടൈസേഷൻ. എന്താണ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ, ദിസ് ടേം ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഓഫ് the cost of intangible assets like patent, copyright, trademark, goodwill which have utility for specified period of time എന്നാണ് പറയുന്നത്. സി അമോർട്ടൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ത് ചെയ്യുന്നു, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നു അല്ലേ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് അമോർട്ടൈസേഷൻസ്. ഏതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? ദാറ്റ് ഈസ് പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല് ഇങ്ങനെ അല്ലേ. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇതും ഡിപ്രീസിയേഷനിൽ വരുന്ന ഒരു സിമിലർ ആയിട്ട് വരുന്ന ഒരു ടേമാണ്. നെക്സ്റ്റ് വൺ ഫ്ലക്ച്വേഷൻ. എന്താണ് ഫ്ലക്ച്വേഷൻ പറഞ്ഞാൽ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂവിൽ ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്യുന്ന എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ഒബ്സോളിസെൻസ് എന്ന് പറയും. ഒബ്സോളിസെൻസ് മീൻസ് റെഫേഴ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അസറ്റ്സ് ബിക്കം ഔട്ട് ഓഫ് ഡേറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി ഓർ ചേഞ്ചിങ് ഡിമാൻഡ് പാറ്റേൺ. ടെക്നോളജി ഇമ്പ്രൂവ് ആയതുകൊണ്ടും അല്ലെങ്കിൽ ഡിമാൻഡ് പാറ്റേണിൽ ചേഞ്ചസ് വന്നതുകൊണ്ടും നമ്മൾക്ക് എക്സിസ്റ്റിംഗ് അസറ്റ്സ് എന്തായി മാറുന്നു, പഴയതായി മാറുന്നുവെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഒബ്സോളിസെൻസ്. അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റ്, അത് പഴഞ്ചനായി തീരുന്നുവെങ്കിൽ അതിനെയാണ് ഒബ്സോളിസെൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടെക്നോളജി ഡെവലപ്പായി അല്ലെങ്കിൽ ഡിമാൻഡ് പാറ്റേണിൽ ചേഞ്ചസ് വന്നു, ഈ കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ എക്സിസ്റ്റിംഗ് അസറ്റ്സ് ഓൾഡ് ആയിത്തീരുന്നുവെങ്കിൽ, ഔട്ട്ഡേറ്റ് ആയിത്തീരുന്നുവെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ടേമാണ് ഇവിടെ ഒബ്സോളിസെൻസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇനി എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്? വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ? ഒന്ന്, വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു യൂസ് ഓർ പാസേജ് ഓഫ് ടൈം. ഒന്ന്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലേ, അത് ഉപയോഗിക്കും തോറും എന്ത് സംഭവിക്കുന്നു, ഡിപ്രീസിയേഷൻ വരാം. അല്ലെങ്കിൽ ഓരോ സമയം കഴിയും തോറും അത് ഡിപ്രീസിയേഷൻ സംഭവിക്കാം. ഡിക്രീസ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ബിക്കോസ് ഓഫ് കോൺസ്റ്റൻറ്റ് യൂസ് അല്ലേ. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ കുറവ് വരുന്നുവെങ്കിൽ അതിനെയാണ് വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത്. അതൊരു കാരണം. Expiration of legal rights. See, certain categories of asset lose their value after the agreement എന്നാണ് പറയുന്നത്. സോ certain categories of assets എന്ത് സംഭവിക്കുന്നു, lose their values after agreementന് ശേഷം അതിൻ്റെ വാല്യൂസ് എന്ത് സംഭവിക്കുന്നു, ലൂസ് ആവുന്നുവെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പിറേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സിൽ വരുന്നത് പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് അങ്ങനെയുള്ള. പിന്നെ അതൊരു കാര്യം. പിന്നെ ഒബ്സോളിസെൻസ് ആവുക, ദാറ്റ് ഈസ് ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഫാഷൻ ഓർ ടെക്നോളജി അല്ലേ. ടെക്നോളജിയിലോ ഫാഷനിലോ വരുന്ന ചേഞ്ചസ് കൊണ്ട് എക്സിസ്റ്റിംഗ് അസറ്റ്സിനകത്ത് ഔട്ട്ഡേറ്റ് ആവുന്നുവെങ്കിൽ അതിനെയാണ് ഒബ്സോളിസെൻസ്. അതും ഡിപ്രീസിയേഷന് കാരണമായി തീരാറുണ്ട്. ആൻഡ് ദെൻ അബ്നോർമൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്, ഫയർ, എർത്ത്ക്വേക്സ്, ഫ്ലഡ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളും ഡിക്ലെയിം ദ വാല്യൂ ഓഫ് അസറ്റ്സ്. ഇങ്ങനെ വരുമ്പോഴും അസറ്റിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കാറുണ്ട്, കുറവ് വരാറുണ്ട്. അതും ഡിപ്രീസിയേഷന് കാരണമാവുന്നു. മനസ്സിലായോ? ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ.
നെക്സ്റ്റ് വൺ നീഡ് ഫോർ ഡിപ്രീസിയേഷൻസ്. ഡിപ്രീസിയേഷൻ്റെ ആവശ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. ചിലവും വരവും തമ്മിൽ കോസ്റ്റും റവന്യൂവും തമ്മിൽ മാച്ച് ചെയ്യണമെങ്കിൽ ഡിപ്രീസിയേഷൻ നമുക്ക് ആവശ്യമാണ്. സോ അത് കണക്കാക്കേണ്ടത് ആവശ്യമാണ്. സോ ദ asset such as plant and machinery, furniture, building, etc. are used in the business to earn income. അല്ലേ, ഈ ഒരു ബിസിനസ്സിൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും ഇങ്ങനെയുള്ള അസറ്റ്സുകൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ദ ഡിപ്രീസിയേഷൻ ടു സച്ച് അസറ്റ് ത്രൂ വിയർ ആൻഡ് ടിയർ ഷുഡ് ബി കൺസിഡർഡ് ആസ് എ ബിസിനസ് ലോസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂസിനകത്ത് എന്ത് സംഭവിക്കുന്നു, കുറവ് വരുന്നു. അപ്പോൾ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ബിസിനസ്സിൻ്റെ ലോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. സോ therefore it should be charged to profit and loss account like other business expenses to arrive at the true profit and loss. ശരിക്കുള്ള പ്രോഫിറ്റും ലോസും കിട്ടണമെങ്കിൽ നമ്മൾ മറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്ന മറ്റ് എക്സ്പെൻസസ് പോലെ ഈ ഡിപ്രീസിയേഷനും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. എന്നാലേ യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് ലോസ് നമുക്ക്, ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ലോസ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, കൺസിഡറേഷൻ ഓഫ് ടാക്സ്. ടാക്സ് കൺസിഡർ ചെയ്യുക. സോ ആസ് per the Income Tax Act 1961 പ്രകാരം ഡിപ്രീസിയേഷൻ ഈസ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആണ്. ഇത് മൈനസ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസസ് ആണ്. സോ ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് വിൽ ബി ഹയർ ദാൻ ദി ആക്ച്വൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും ഏത് പ്രോഫിറ്റ്, ബുക്ക് പ്രോഫിറ്റ്. അപ്പോൾ അത് തെറ്റാണ്, അത് പറ്റില്ല. വിച്ച് റിസൾട്ട് ഇൻ ടു ദ എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അധികമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ നമ്മളൊരു എക്സ്പെൻസസ് ആണ്, അത് നമ്മൾ മൈനസ് ചെയ്യാതെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രോഫിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാതെ പ്രോഫിറ്റ് കണക്കാക്കിയാൽ നമ്മൾ എക്സസ് ആയിട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കണമെന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ട്രൂ and fair financial positions. See, since the value of assets falls due to depreciation, fixed assets should be shown at their book value in the balance sheet to disclose the true പൊസിഷൻ ഓഫ് ദി ബിസിനസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള പൊസിഷൻ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കണക്കാക്കണം. ആ ഡിപ്രീസിയേഷൻ നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്ത് കാണിക്കും, മൈനസ് ചെയ്തിട്ടായിരിക്കും സാധാരണ കാണിക്കുന്നത്. അപ്പോഴേ യഥാർത്ഥത്തിലുള്ള എന്തറിയാൻ പറ്റുള്ളൂ, ഫിനാൻഷ്യൽ പൊസിഷൻസ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ടു റീറ്റെയിൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ്. സി, ഇൻ ഓർഡർ ടു റീപ്ലേസ് ആൻ അസറ്റ് after its life period, every year an amount equal to depreciation is retained in the business. അല്ലേ, ഒരു ബിസിനസ്സിൽ ഒരു അസറ്റ് എന്ത് ചെയ്യുന്നു, മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. കാരണം ആ അസറ്റിൻ്റെ ലൈഫ് പീരീഡ് കഴിയണമെങ്കിൽ കഴിയുകയാണെങ്കിൽ നമ്മൾ ആ അസറ്റ് മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു സെർട്ടൻ എമൗണ്ട് എന്ത് ചെയ്യുന്നു, മാറ്റി വയ്ക്കപ്പെടണം എന്നാണ് പറയുന്നത്. അങ്ങനെ മാറ്റിവെക്കപ്പെടുമ്പോൾ വിറ്റ് വിൽ അക്യുമുലേറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അത് കുമിഞ്ഞുകൂടും. സോ ദിസ് അക്യുമുലേറ്റഡ് ഫണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഈ ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയും, ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനും ഈ ഡിപ്രീസിയേഷൻ നമുക്ക് ആവശ്യമായി വരുന്നു. ദെൻ കംപ്ലൈൻസ് വിത്ത് ലോ. Complaints with the law. So that is, according to the Companies Act, it is an obligation to the joint stock company to provide depreciation on their ഫിക്സഡ് അസറ്റ്സ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒബ്ലിഗേഷനാണ് ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിൻ്റെ നീഡായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻസ്. ഈ ഡിപ്രീസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the amount of depreciation is calculated after giving due consideration to the following parameters. എന്ന് വെച്ചാൽ, ഒന്ന്, കോസ്റ്റ് ഓഫ് ദി അസറ്റ്.
ഒന്നാമത്തെ എന്താണ്? കോസ്റ്റ് ഓഫ് ദി അസറ്റ്. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ്സ് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു പർച്ചേസ് പ്രൈസ് പ്ലസ് ഓൾ എക്സ്പെൻസസ് അക്വയറിങ് ആൻഡ് ഇൻസ്റ്റാളിങ് ദ അസറ്റ്സ് എന്നാണ് പറയുക. അതായത് കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റിൻ്റെ പർച്ചേസ് പ്രൈസും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജസ്, അതിൻ്റെ ബ്രോക്കറേജ്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ അസറ്റിൻ്റെ എന്തായിട്ട് പറയുന്നത്? കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂസ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ദിസ് ഇസ് ദ വാല്യൂ which estimated to realize on sale of asset at the end of its useful life. ഒരു അസറ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇയർ ലൈഫ് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വിൽക്കുന്നു. അപ്പോൾ വിൽക്കുമ്പോൾ കിട്ടുന്ന വില അല്ലേ, അതെന്നെ പറയും. സോ ഇറ്റ് ഈസ് കോൾഡ് സ്ക്രാപ്പ് വാല്യൂ എന്നും അതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ എന്നൊക്കെ അതിനെ പറയാറുണ്ട്. വൈൽ ഡിറ്റർമൈനിങ് സ്ക്രാപ്പ് വാല്യൂ ദ കോസ്റ്റ് ടു ബി സ്പെൻഡ് ഇൻ ദ ഡിസ്പോസൽ ഓഫ് അസറ്റ് ഷുഡ് ബി ഡിറ്റക്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ കണക്കാക്കുക എന്നുള്ളത്. അതായത് അസറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഓക്കെ, ദെൻ ഡിപ്രീസിയബിൾ കോസ്റ്റ് ആണ് മറ്റൊന്ന്. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് by deducting scrap value from the cost of asset. കോസ്റ്റ് ഓഫ് അസറ്റ്സിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫോർത്ത് ഫാക്ടറാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. സോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ പീരീഡ് ഫോർ വിച്ച് അസറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. ഒരു അസറ്റ് എഫക്റ്റീവായിട്ട് എത്ര കാലം യൂസ് ചെയ്യുന്നു, അതാണ് അവിടെ പറഞ്ഞത് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ്സ് എന്നും പറയും. മനസ്സിലായോ? അതായത് ഒരു അസറ്റ് വാങ്ങിച്ച് നമ്മൾ 10 കൊല്ലത്തിനോ 15 കൊല്ലത്തിനോ ഒക്കെയാണ് വാങ്ങിക്കുന്നത്. അതാണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മേ ബി കാൽക്കുലേറ്റഡ് ഇൻ ദ ടേംസ് ഓഫ് ഇയേഴ്സ് ആയിട്ടായിരിക്കാം, മന്ത് ആയിരിക്കാം, അവേഴ്സ് ആയിരിക്കാം, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കാം, റണ്ണിങ് കിലോമീറ്റേഴ്സിൻ്റെ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ബേസ്. ഇതാണ് ഒരു അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫിൽ വരുന്നത്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? അഫക്റ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ. ഓക്കെ, അത് I think all are clear. Next one, method of calculating depreciation. Depreciation calculate ചെയ്യാൻ 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും 2 ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. അതിൽ ഒന്നാമത്തതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് ഫിക്സഡ് എമൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് അസറ്റ് ഇയർ ആഫ്റ്റർ ഇയർ ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുന്നു? നിശ്ചിത എമൗണ്ട് ഈ അസറ്റിൽ നിന്ന് ഓരോ വർഷവും എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. മനസ്സിലായി? ഒരു നിശ്ചിത എമൗണ്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ വർഷവും അസറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഡിപ്രീസിയേഷനായിട്ട് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? അത് ഡെബിറ്റ് സൈഡിൽ അത് എഴുതുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയും. കാരണം ബിക്കോസ് ഡിപ്രീസിയേഷൻ ചാർജ് എവറി ഇയർ ഈസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്സിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇതിനെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡും എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ബിക്കോസ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫ്രം ഇയർ ടു ഇയർ ഓവർ ദി യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്.
എല്ലാ വർഷവും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, in this method the value of assets becomes 0 ആയിരിക്കും or reduced to scrap value at the end of its effective life. effective life അവസാനിക്കുന്ന സമയത്ത് ഈ അസറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കണക്കാക്കാൻ ഡിപ്രീസിയേഷൻ so how to calculate depreciation under straight line method? So the formula depreciation is equal to what is it? Original cost. Depreciation is equal to original cost of asset minus original cost of assets minus scrap value divided by effective life of asset, effective useful life or effective life of asset. That is the formula for calculating depreciation under straight line method. Okay, so അങ്ങനെയെങ്കിൽ rate of depreciation എങ്ങനെ കണ്ടുപിടിക്കുക? rate of depreciation is equal to എന്താ rate of depreciation കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല? that is annual depreciation അല്ലേ? എന്താ ഫോർമുല? that is annual depreciation divided by acquisition cost അല്ലേ? acquisition cost പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പർച്ചേസ് ചെയ്യാനുള്ള പൈസയാണ്, അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള വരുന്ന ചിലവാണ് അക്വിസിഷൻ. സോ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയും. സോ അക്വിസിഷൻ കോസ്റ്റ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ ഹൗ ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമുല. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പർച്ചേസസ് പ്രൈസ് പ്ലസ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസസ് പ്രൈസ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് പ്ലസ് ബ്രോക്കറേജ്, അങ്ങനെയൊക്കെ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ പറയുമ്പോൾ അതിൻ്റെ സെയിൽ പ്രൈസ് ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. എഫക്റ്റീവ് ലൈഫ് പറയുമ്പോൾ ആ അസറ്റ് യൂസ്ഫുൾ ആയിട്ട് എത്ര കാലം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് എഫക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ ഹൗ ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട്. ഓക്കെ, സോ ദെൻ next one, what are the advantages of straight line method? Straight line method inde advantages endekayirikkum? First one, it is very simple, easy to understand and apply. That is the first one. Then second one, asset can be depreciated up to net scrap value or zero value. Zero value ആവുന്ന വരെ എന്ത് കണക്കാക്കുന്നു? അസറ്റ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നു. Okay, then every year same amount is charged as a depreciation in the profit and loss account. Profit and loss account-il എല്ലാ വർഷവും ഒരേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കുന്നത്. ഏത് മെത്തേഡിൽ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. ഓക്കെ, സോ ദിസ് മേക്സ് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഡിഫറെൻറ്റ് ഇയേഴ്സ് ഈസി. ഓരോ പല വർഷങ്ങളിലെ പ്രോഫിറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ those whose useful life can be estimated accurately. So ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത് എപ്പോഴാണ്? those assets whose useful life can be estimated accurately. അല്ലെ, അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് അക്യുറേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തായിരിക്കും? ഡിഫിക്കൽട്ടി ഇൻ കാൽക്കുലേഷൻ വെൻ അഡീഷണൽ അസറ്റ്സ് ആർ പർച്ചേസ്ഡ്. അഡീഷണൽ അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. Even charge to profit and loss account, total charge of depreciation and repairs on asset will be lighter in the earlier year and heavier in later later year. See, total charge of depreciation അതുപോലെ തന്നെ റിപ്പയേഴ്സ് ഓൺ അസറ്റ് അങ്ങനെ വരുമ്പോൾ വിൽ ബി ലേറ്റർ, ഏർലിയറിൽ ലേറ്റർ ആയിരിക്കും, പിന്നീട് വരുന്ന വർഷങ്ങളിൽ എന്തായിരിക്കും? ലേറ്റർ ഇയറിൽ അത് ഹെവിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്.
ഓക്കെ. ദെൻ അൺറിയലിസ്റ്റിക് അസംഷൻ ആയിരിക്കും. സി ദാറ്റ് ഈസ് ദ അസറ്റ് ഗിവ്സ് ഈക്വൽ റിസൾട്ട് ഓവർ ഡിഫറെൻറ്റ് ഇയേഴ്സ്. എല്ലാ വർഷവും അസറ്റിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്, ഈക്വൽ റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, അൺറിയലിസ്റ്റിക് അസംഷൻ എന്നാണ്. അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നീട്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. എന്താണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയും. റെഡ്യൂസിങ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഡിമിനിഷിംഗ് അവരുടെ കുറഞ്ഞു വരിക. സോ അണ്ടർ ദിസ് മെത്തേഡ് ഫിക്സഡ് പെർസെൻറ്റേജ് ഈസ് റിട്ടേൺ ഓഫ് എവ്രി ഇയർ ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂ നിന്ന് ഫിക്സഡ് പെർസെൻറ്റേജ് എല്ലാ വർഷവും എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഫിക്സഡ് എമൗണ്ട് അല്ല, ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പെർസെൻറ്റേജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റെഡ്യൂസ് ഇയർ ആഫ്റ്റർ ഇയർ ആവുമ്പോൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. സോ ഇൻ ദിസ് മെത്തേഡ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് വിൽ നോട്ട് ബിക്കം സീറോ ആഫ്റ്റർ ഇറ്റ്സ് വർക്കിംഗ് ലൈഫ്. വർക്കിംഗ് ലൈഫ് കഴിഞ്ഞാലും ഇതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവുന്നില്ല, സീറോ ആയിട്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ അതിനുള്ള ഫോർമുലയാണ് R is equal to that is 1 minus n root of S by C and then close the bracket into 100. Okay, into 100. So that is the formula for calculating depreciation under diminishing balance method. R is equal to 1 minus n root of S by C into 100 എന്നാണ്. എന്താണ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, R stands for that is rate of depreciation. Then N stands for expected useful life of asset. Asset നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റും അതാണ്. Then S is equal to scrap value. C is equal to cost of asset. മനസ്സിലായോ? അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കില്ലേ, വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. Then what are the advantages of return down value method? So this method is based on more realistic assumptions that the benefit from assets go on diminishing when the passage of time എന്നാണ്. ടൈം കഴിയുന്തോറും ഈ അസറ്റിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഡിമിനിഷിങ് ആവുന്നു എന്നാണ് പറയുന്നത്. സോ ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് പ്രോപ്പർ അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. ബിക്കോസ് അല്ലേ ഇവിടെ കോസ്റ്റ് ഓഫ് അലോക്കേഷൻ പ്രോപ്പർ ആവുന്ന കാരണം ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഹയർ ഇൻ ദ ഏർലിയർ ഇയർ. ആദ്യകാലങ്ങളിൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും വെൻ ദ അസറ്റ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് ദെൻ കോസ്റ്റ് ഓഫ് റിപ്പയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. പിന്നീട് വരുന്ന സമയത്ത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ബിക്കം ലോവർ ആയിത്തീരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ആസ് ദിസ് മെത്തേഡ് ഇക്വലൈസ് ദ ടോട്ടൽ ചാർജ് ഓഫ് യൂസിങ് അസറ്റ്സ്, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ പ്ലസ് റിപ്പയർ ചാർജസ് ആയിരിക്കും. സോ ഫ്രം ഇയർ ടു ഇയർ. സോ ദിസ് ഈസ് ദ ബിക്കോസ് ഡിപ്രീസിയേഷൻ ചാർജസ് എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ഈച്ച് ഇയർ whereas repair charges increase year by year എന്നാണ്. Okay, then income tax authorities recognize this method. Income tax authority അംഗീകരിക്കുന്നത് ഏതാണ്, ഈ മെത്തേഡാണ്. Okay, then loss due to obsolescence get reduced by charging the major part of the depreciation in early years of the life of business എന്നാണ് assets എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then this method is suitable for fixed asset which last for long and which require increased repair charges. I think all are clear. Then disadvantages of return down value method. Disadvantage under this method the book value of an asset cannot be reduced to zero. Then zero ആവുന്നില്ല. Then this method is not suitable for an asset having very short life ഉള്ളതിന് ഇതിന് suitable അല്ല. The calculation of rate of depreciation become very difficult.
Okay, these are the disadvantages of the written down value method. I think all are clear. Then what are the difference between fixed installment method and diminishing balance method? Our under straight line method, charging depreciation on original cost, but in case of written down value method, charging depreciation on book value. Then second one, annual depreciation is fixed under straight line method, but in case of written down value method, decline year after year. Then under straight line method, depreciation and repairs unequal year after year, increase in later years. And but in case of written down value method, almost equal in every year. Then under straight line method, not recognized by income tax law, but in case of written down value method, it is recognized by income tax law. Then it is straight line method is suitable for asset in which repair charges are less, the possibility of obsolescence is low. But in case of written down value method, it is suitable for assets which are affected by technological changes and require more repair expenses. I think all are clear. Next one, method of recording depreciation. Depreciation record ചെയ്യാനുള്ള രണ്ട് രീതിയിൽ ചെയ്യാം. There are two methods for recording the depreciation in the books of accounts. Books of accounts നകത്ത് റെക്കോർഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുകൊണ്ടും ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിൽ ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അണ്ടർ ദിസ് മെത്തേഡ് depreciation is credited in the respective asset according respective assets account every year. Here the asset is shown at the its book value. അതായത് book value പറയുമ്പോൾ original cost minus depreciation. So depreciation is provided is treated as a business expenses ആയിട്ട് പറഞ്ഞു and transferred to എവിടേക്ക് പറഞ്ഞു, profit and loss അക്കൗണ്ടിലേക്ക്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന journal entries ആണ്. ഒന്ന്, when asset is purchased, the journal entry assets account debited to bank to cash or supplier. Then charge depreciation charge ചെയ്യുമ്പോൾ depreciation account debited to asset. When depreciation is transferred to profit and loss account like transfer ചെയ്യുമ്പോഴോ profit and loss account debited to depreciation. Then when asset is sold, asset sale ചെയ്യുന്ന എന്താ എൻട്രി, when sale proceeds are received ചെയ്യുന്ന സമയത്ത് cash or bank account debited to asset. In case of gain ആണെന്നുണ്ടെങ്കിൽ assets account debited to profit and loss account. In case of loss ആണെന്നുണ്ടെങ്കിൽ profit and loss account debited to assets എന്നായിരിക്കും. Okay, and then next method ആണ് creating provision for depreciation account or accumulated depreciation account എന്ന് പറയും. So under this method, depreciation is not charged to respective asset account. It is credited to separate account called, അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണ് എഴുതുന്നത്, ഓർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയും. സോ ഹിയർ ദ ആസറ്റ് ഈസ് ഷോൺ ഇവിടെ അറ്റ് ഒറിജിനൽ കോസ്റ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദെൻ എമൗണ്ട് ഓഫ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അണ്ടർ ഹെഡ് കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ. ഇവിടെ ബാലൻസ് ഷീറ്റിൽ ഒറിജിനൽ കോസ്റ്റിൽ കാണിക്കും, പക്ഷേ ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യും, പ്രൊവിഷൻ ഫോർ ബാലൻസ് ഷീറ്റിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. അക്യുമുലേറ്റഡ് പ്രൊവിഷൻ അക്കൗണ്ട് അല്ലേ, ബാലൻസ് ഷീറ്റിനകത്ത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നതാണ്. കാണിക്കുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്, എന്ത് ഹെഡിങ്ങിലാണ് കാണിക്കുക, കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്യും. അതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡിൽ വരുമ്പോൾ ജേണൽ എൻട്രി വെൻ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് ടു ഓർ ക്യാഷ് ഓർ സപ്ലയർ. വെൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയും. വെൻ ഡിപ്രീസിയേഷൻസ് റിട്ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ. വെൻ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഇസ് ട്രാൻസ്ഫേർഡ് ടു അസറ്റ്സ് അക്കൗണ്ട് പറയുമ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് എന്ന് പറയും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇത് രണ്ട് മെത്തേഡാണ് റെക്കോർഡ് ചെയ്യാനുള്ളത്. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡാണ് നമുക്കുള്ളത്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് ഈ രണ്ട് മെത്തേഡുകൾ. ഏതൊക്കെ, ദാറ്റ് ഈസ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് അക്കൗണ്ടും ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വരുന്നു. അതിന് നമുക്ക് ഇതിനെ ബേസ്
ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, that's all for today. If you have any doubt, please contact me.